ദൈവവചനത്തെക്കുറിച്ച് ഓരോ ദിവസവും രാവിലെ കേൾക്കുന്ന എത്ര അനുഗ്രഹമാണ്. വചനം യേശുവാണ്. യേശുവിനെ അറിയണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. അതായത് നാം ഇസ്രായേലിൽ യേശു നടന്ന എല്ലാ സ്ഥലത്തും പോയാൽ യേശുവിനെ അറിയണമെന്നില്ല. ദൈവവചനം കൂടാതെ യേശുവിനെ അറിയാൻ മറ്റൊരു മാർഗവുമില്ല. ദൈവവചനം ഓരോ ദിവസവും വായിക്കുക, മനസ്സിലാക്കുക, മനസ്സിൽ ആക്കുക. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ഈ വചനത്തിൽ എന്താണ് യേശു ഉദ്ദേശിച്ചതെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ച്. യോങ്കിച്ചോ എന്ന ദൈവദാസൻ, കൊറിയയിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന യോങ്കിച്ചോ, അദ്ദേഹം ഇങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത്: പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ, അവിടുത്തെ നിയോഗത്തിൽ എഴുതിയ ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ അവിടുത്തെ കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കും. വായിക്കുമ്പോൾ അത് മനസ്സിലാവും, ഓരോ കാര്യങ്ങളും. ബൈബിൾ എന്തിനാണ് വായിച്ച് മനസ്സിലാക്കുന്നത്? ബൈബിളിൽ പറഞ്ഞ പല കാര്യങ്ങളും അന്ന് നടന്നതാണ് എങ്കിലും അത് ഇന്ന് നടക്കാനുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇന്ന് നടക്കാനുള്ളതല്ല, എന്നാൽ ഇന്ന് നടക്കാനുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. ഇന്ന് നമ്മിൽ നടക്കേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. നമ്മിൽ നടക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പറയും. അതുകൊണ്ടാണ് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയും. സകലതും പരിശോധിക്കണം, എന്നിട്ട് നല്ലത്. അപ്പം നല്ലത് എടുക്കാനുള്ളൊരു പ്രാപ്തി ദൈവം നമുക്ക് തരും. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ചിലർ ബൈബിളിൽ നിന്ന് നല്ലതല്ല, ദോഷമായത് മറ്റുള്ളവരെ വിമർശിക്കാനുള്ളത് എടുക്കാറുണ്ട്, മറ്റുള്ളവരെ കളിയാക്കാനായിട്ട് എടുക്കാറുണ്ട്, തമാശ പറയാനുള്ള എടുക്കാറുണ്ട്. ഇതിനൊന്നും ഉള്ളതല്ല ബൈബിൾ. ബൈബിൾ നമ്മുടെ ജീവനാണ്, നമ്മുടെ അപ്പമാണ്, നമുക്കുള്ള സമൃദ്ധിയായ ജീവനാണ്, നിത്യജീവൻ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് എവിടെ പോകും? ഈ ജീവമൊഴികളെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടേതാക്കി മാറ്റണം. അതിനുള്ള കൃപ ദൈവം ഇന്ന് തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. And yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana.
മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ അതിശയനേ 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 മഹോന്നതനേ എൻ പ്രിയനേ. ദൈവവചനത്തിലേക്ക് വരാം. യോഹന്നാൻ 10-ാം അധ്യായം 7-ാം വാക്യം ഇന്നലെ വായിച്ചു. യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ വാതിലാകുന്നു. ആരുടെ വാതിൽ? എല്ലാവർക്കും ഉള്ള വാതിലല്ല, ആടുകളുടെ വാതിൽ, എൻ്റെ ആടുകൾക്കുള്ള വാതിൽ. എല്ലാവർക്കുള്ള വാതിലല്ല. ഞാൻ വാതിലാകുന്നു എന്നല്ല യേശു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. അതായത് എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്ന എൻ്റെ ആടുകളുടെ വാതിലാണ്. ആ ആടുകൾ ഞാനാകുന്ന വാതിലിലൂടെ അകത്തു വന്നാൽ, അത് അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ആടുകൾ എന്ന് പറയുമ്പോൾ യേശു അവിടെ എടുത്തു പറയുന്നുണ്ട്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ക്രൂശിലെ കള്ളൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അതായത് സാധാരണ കള്ളന്മാരല്ല ഇവര് കൊള്ളക്കാരായിരുന്നു. കൊലയും കൊള്ളയൊക്കെ ചെയ്യുന്ന ആ ടൈപ്പ് ആൾക്കാരെ ഈ രണ്ടുപേര് യേശുവിൻ്റെ ഇടത്തും വലത്തും അവരെയാണ് ക്രൂശിച്ചത്. അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയിൽ എന്നാണ്. അപ്പൊ അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടണമെങ്കിൽ അതുപോലത്തെ ദുഷ്ടന്മാരെ രണ്ടെണ്ണത്തിനെ കിട്ടി അവരെയും കൂടി യേശുവിൻ്റെ ഇടത്തും വലത്തും ക്രൂശിച്ചു. എന്നാൽ അതിനകത്ത് ഒരു കള്ളൻ, കർത്താവേ നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ. അവൻ യേശുവിനെ വിശ്വസിച്ചു. മരിക്കുന്ന യേശുവിനെ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ വിശ്വസിക്കുകയാണ്. നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേ. അതായത് മരണത്തിനപ്പുറം ഉള്ള ജീവിതത്തിൽ എനിക്ക് ഒരു അവകാശം വേണം. അതിന് യേശു അവിടെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലുണ്ടാകും. മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്നല്ലേ യേശു പറഞ്ഞത്. ഞാനത് അവിടെ പോയിട്ട് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം. ഞാൻ ഇങ്ങനെയുള്ളവരെ തേടിയല്ല വന്നത്, ആദ്യം വേറെ കുറച്ച് ക്രമീകരണങ്ങളുണ്ട്, ഇതൊന്നും യേശു പറഞ്ഞില്ല. ഇന്ന്, അതായത് ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ട് പോവുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. യേശുവിന് ഉറപ്പാണ്, മരണത്തിനപ്പുറമുള്ള ഉറപ്പ്. ഇന്ന് ഭൂമിയിൽ കോടീശ്വരന്മാർ എത്രയോ പേരുണ്ട്. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ റോക്കറ്റുകൾ വിക്ഷേപിക്കാനും അവിടെയെല്ലാം താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ 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 കോടീശ്വരന്മാരും ഗവൺമെൻറ്റുകളുമുണ്ട്, രാജ്യങ്ങളുണ്ട്. എന്നാൽ അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം. ഇവരെല്ലാം ചിന്തിക്കുന്നത് ചന്ദ്രനിൽ ജീവനോടെ ഇരിക്കുമ്പോൾ പോയി ജീവിക്കുന്ന കാര്യമാണ്. ചൊവ്വയിലോ ജീവനോടെ ഇരിക്കുമ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ടാകും, ചന്ദ്രനിൽ ചെന്ന ഓക്സിജൻ നിർമ്മിക്കാം,
ഇങ്ങനെയുള്ള കുറേ ധാരണകളാണ് അവർ, അതിനുള്ള സംവിധാനങ്ങളാണ് നോക്കുന്നത്. അതായത് ഈ ഭൂമി ഇനി അധികം നാളില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അടുത്ത ഒരു സ്ഥലത്തേക്ക് മാറുക. പിന്നെ ഉയർത്തെഴുന്നേക്കാനുള്ള, മരിച്ച ഡെഡ് ബോഡിയെ ജീവിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ അവർ അന്വേഷിക്കുകയാണ്. എന്നാൽ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ശരീരം വിട്ടു പോകുന്നു എന്ന് ഇവരെ അറിയുന്നില്ല. മരിച്ച ഒരാളെ എങ്ങനെ ഇവർ ഉയർപ്പിക്കും? ഒരു മൃഗത്തെ ജീവിപ്പിക്കുന്ന പോലെയാണ് ആത്മാവുള്ള ഒരു മനുഷ്യനെ. ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകമുള്ള മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചാൽ ദൈവത്തിൻ്റെ വഴിയിലല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകും, ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. ക്രൂശിലെ കള്ളൻ മരിച്ചു, അവൻ്റെ അസ്ഥികളെ തല്ലി ഒടിച്ചു, മുട്ടുകാലൊക്കെ തല്ലി ഒടിച്ചു. അവൻ പോയി, അവിടുന്ന് യേശുവിൻ്റെ ഒപ്പം പോയി. അവൻ അവിടുന്ന് സ്ഥലം വിട്ടു. അവൻ്റെ ശരീരം അവിടെ കിടന്നു. ആ ശരീരമൊക്കെ തല്ലി ഒടിച്ച് താഴെ ഇറക്കി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി നോക്കി. കാരണം അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നൊരു പ്രവചനം നിവർത്തിയാകണം. അടുത്തത്, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയില്ല എന്ന ദാവീദിൻ്റെ സങ്കീർത്തനത്തിലെ പ്രവചനം നിവർത്താകാൻ ഈ ജീവനോടെ ഉള്ളവരെയാണ് അസ്ഥികൾ, ആ മുട്ടുകാല് തകർത്ത് ചോര ഒഴുക്കി കൊന്നിട്ട് വെളിയിൽ ഇറക്കുക. എന്നാൽ യേശു നേരത്തെ മരിച്ചു പോയിരുന്നു. എല്ലാ രക്തവും വാർന്നു പോയി. അതുപോലെ മുറിവേറ്റവനായിരുന്നു യേശു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം, അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശു ഈ വന്ന് സഹിച്ച വേദനകൾ, യേശുവിന് ഉറപ്പാണ്, ഞാൻ മരിക്കും, ഞാൻ വാതിൽ തുറക്കും. യേശു മരിച്ചു, യേശുവിലൂടെ നമുക്കും പ്രവേശനമുണ്ട്. അതിലേറ്റവും വലിയ തെളിവാണ് ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായി. കള്ളനെ ആദ്യം പറുദീസയെ കയറ്റി സ്വർഗം അല്ലെങ്കിൽ പറുദീസ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതം എത്ര ബലമേറിയതാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്ന് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് സൗജന്യമായി തന്നു. എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ച് റേറ്റ് വെച്ചിരുന്നെങ്കിൽ ആൾക്കാർ പിന്നെയും വന്നാൽ. കർത്താവ് പറയാണ്, വിശ്വസിക്കുകയും ഒരു 10 കോടി രൂപ തരികയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിക്കുക സ്നാനമേൽക്കുകയും ചെയ്യും, വിശ്വസിക്കുകയും ചൊവ്വായിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയി സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനുവേണ്ടി കുറേ പേര് മെനക്കെട്ടാൽ. അല്ലെങ്കിൽ അത്രയും പോകണ്ട, വിശ്വസിക്കുകയും എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ചിലർക്ക് ഒരു അഡ്വഞ്ചറി ലൈഫാണ്. സാഹസികമായി എന്തെങ്കിലും ചെയ്താലേ അതൊക്കെ വലിയ കാര്യമായിട്ട് കൂട്ടും. ഇതിപ്പോൾ എല്ലാം ഫ്രീ അല്ലേ. വിശ്വസിക്കുക, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഉടനെ രക്ഷിക്കപ്പെട്ടു. അവൻ്റെ ജീവിതം നിത്യതയുമായിട്ട് കണക്റ്റായി. ഇത് കേൾക്കുമ്പോൾ ആൾക്കാരെ ഈ ചെറിയ കാര്യമാണത്. എന്തുകൊണ്ട് ഇത് ചെറിയ കാര്യമാക്കി? നമുക്ക് രക്ഷ ഇത്രയും ലളിതമാക്കിയ എന്താണ്? രക്ഷിക്കപ്പെടാൻ ആർക്കും കഴിയില്ല. ഇത് ലളിതമാക്കിയില്ലെങ്കിൽ ആർക്കും ഇത് സ്വന്തമാക്കാൻ കഴിയില്ല. ഇത് ലളിതമായതുകൊണ്ടാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്. ദൈവം ഇതിനകത്ത് എന്തെങ്കിലും ഒരു വില വെച്ചിരുന്നെങ്കിൽ, ദൈവം വെക്കുന്ന വിലയെ താങ്ങാൻ ആർക്ക് കഴിയും? കാരണം ഒരു പാപി മാനസാന്തരപ്പെടുന്നത് ഭൂലോകത്തേക്കാൾ വലിയ കാര്യമാണ്. ഒരു പാപിയുടെ വിടുതൽ അത്ര വലുതാണ്. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് നാം പാപവിമോചനം പ്രാപിക്കുന്നത്. യേശുവിനെ കൈക്കൊള്ളുന്ന മാത്രയിൽ നാം ദൈവ മക്കളായി തീരുകയാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ? ഇതെത്ര വലിയ രക്ഷ! എബ്രായ ലേഖനത്തിൽ പറയും, ഇത്ര വലിയ രക്ഷ ചെറിയ കാര്യമൊന്നും അല്ല കുഞ്ഞുങ്ങളേത്, വലിയ കാര്യം തന്നെയാണ്. യേശു ക്രൂശിൽ ഇതിൻ്റെ വില മുഴുവനും കെട്ടിവെച്ചു. ഇനിയിപ്പോൾ ഫ്രീ ആണ്.
അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലുള്ള ആർക്കും വേണമെങ്കിൽ പഠിക്കാൻ, ഇന്ത്യയിലൊരു കോടീശ്വരൻ മുഴുവനും ഇന്ത്യക്കാർക്കും പൈസ, ഇന്ത്യയിൽ നിന്ന് ഒരു 100 കുട്ടികൾക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള പൈസ ആ കോടീശ്വരൻ കൊടുത്തെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്ന 100 കുട്ടികൾക്ക് ഫ്രീ ആണ്. അതിനുവേണ്ടി ഒരാൾ വില മുടക്കി. എന്നാൽ യേശു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി. അതിൻ്റെ അർത്ഥം വില മുടക്കുക എന്ന് പറയും. യേശു ജീവൻ മുടക്കി. ആരെങ്കിലും ജീവൻ മുടക്കുമോ? ഏതെങ്കിലും അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി മരിക്കുമോ? ഏതെങ്കിലും പാസ്റ്റർ മരിക്കുമോ? പള്ളിയിലച്ഛൻ മരിക്കുമോ? ഒരു മതനേതാവ് മരിക്കുമോ? സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കുമോ? ഇല്ല. കാരണം ഇതെല്ലാം ഭൂമിയിലെ ജീവിതമാണ്. ഭാര്യയും ഭർത്താവും ചേട്ടനും അനിയനും എല്ലാം ഭൂമിയിലെ ജീവിതം. എന്നാൽ യേശു ജീവൻ തന്ന് ഉണ്ടാക്കിയെടുത്ത അനുഗ്രഹമാണ് ഇത്. അതിനുവേണ്ടി വളരെയധികം വില ദൈവം കെട്ടിവെച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിങ്കലേക്ക് യാതൊരു സാധ്യതയില്ല. ഈ രക്ഷയെ ഞാനും നിങ്ങളും അതിൻ്റെ വിലയിലെടുക്കണം. രക്ഷിക്കപ്പെടുക അതിനൊരു വിലയില്ലാതെയായി മാറി. ഒരിടക്ക് ബൈബിൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞങ്ങൾ പോയി ബൈബിൾ സൊസൈറ്റിയിൽ പോയി കെട്ടുകണക്കിന് ബൈബിൾ വാങ്ങിച്ച് ആൾക്കാരിത് വെറുതെ എടുത്തുകൊണ്ട് പോവുകയാണ്. വീട്ടിലൊന്നും വായിക്കുന്നൊന്നുമില്ല, വെറുതെ കൊണ്ടുപോവുകയാണ്. വെറുതെ കിട്ടുന്ന എല്ലാം കൊണ്ടുപോകും. അതിനൊരു വിലയില്ല. പിന്നീടാണ് പലരും പറഞ്ഞത് ബൈബിള് പൈസയില്ലാതെ കൊടുക്കരുത്, ഒരു വില വെച്ചിട്ട് കൊടുക്കുക, എന്നാൽ അതിന് വില മതിക്കും. എന്നാൽ ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിന് വില മതിക്കുന്നവർക്ക് അതിന് വിലയുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ചിലതൊക്കെ വില കൊടുത്ത് തന്നെ. ഒരു ബുക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിനൊരു വിലയില്ല. എന്തെങ്കിലും വെറുതെ കൊടുക്കാം, ആരും ശ്രദ്ധിക്കൂല. അത് കുറച്ച് കാശ് കൊടുത്ത് മേടിച്ചാണോ അതിനൊരു വില തോന്നും. നമുക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത നിത്യജീവൻ അത് വെറുതെ കിട്ടിയപ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. നിത്യജീവൻ ലഭിച്ചവരാണ് ഇത് കേൾക്കുന്നത്, അല്ലാത്തവർക്ക് ഇത് കേൾക്കാനും പറ്റില്ല. കാരണം യേശുവിൻ്റെ ആടുകൾക്ക് യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ഇന്ന് ഞാൻ പറയുന്ന വാക്കൊക്കെ യേശുവിൻ്റെ ശബ്ദമാണ്. ഇത്ര വലിയ രക്ഷ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നരകത്തിൽ നിന്ന് മാറ്റി കെടാത്ത തീയും ചാകാത്ത പുഴുവും കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാതെ ഒരു പുതിയ വാതിൽ യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറി നമുക്കൊരു പുതിയ വഴി തുറന്നപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിച്ചെല്ലാനുള്ള എല്ലാം തുറന്നു തന്ന കർത്താവിനോട് നാം എത്ര കടപ്പാടുള്ളവരാണ്. ഇതിൻ്റെ വില അറിയണം. കുറെ നാൾ കഴിയുമ്പോൾ വില ഇല്ലാത്തതുപോലെ തോന്നും. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ ഉണ്ടായി. ആദ്യമായിട്ട് മന്ന കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഹായ് എന്ത് രുചി, തേൻ ചേർത്തുണ്ടാക്കിയ ദോശ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തേൻ ചേർത്ത ദോശ തേനിൽ മുക്കി തിന്നുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അത് ചട്നിയേക്കാൾ എനിക്കിഷ്ടം തേന, ഭയങ്കര രുചിയാണ്. അത് കൊച്ചുനാൾ മുതൽ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട്. നല്ല തേൻ കിട്ടുമായിരുന്നു. ഞങ്ങളൊക്കെ കർണാടകയിൽ ജനിച്ചു വളർന്ന കാട്ടിൽ തേൻ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ധാരാളം തേൻ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആഹാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു തേൻ. അത് ഒരു കുപ്പി തേനൊന്നുമല്ല, വലിയ വലിയ കലങ്ങളിൽ തേനുണ്ട്, കാട്ടുതേൻ. അപ്പം ആ തേനിൻ കൂട്ടി ദോശ കഴിക്കുമ്പോൾ അതൊരു വേറെ രുചിയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയണേ എണ്ണ ചേർത്ത ദോശയെന്ന്. എണ്ണ ചേർത്ത ദോശ എങ്ങനെ വായിൽ വെക്കും? നമ്മൾ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഒരു ദോശ മുക്കി വായിൽ വെച്ച് എങ്ങനെ ഉണ്ടാവും? ഏതായാലും വായിൽ വെച്ച് അങ്ങോട്ട് ഇറക്കിയേക്കാം, മരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കണം. അങ്ങനെയായി അവർക്ക് രുചി നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ്, ഈ വെറും മന്ന ഞങ്ങൾക്ക് എന്തിനാണ്? വെറും വിലയില്ലാത്തതായി മാറി. വചനത്തിന് വിലയില്ല. ദൈവത്തിൻ്റെ വചനമാകുന്ന മന്ന അതിൻ്റെ രുചിയും ഗുണവും മണവും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്.
നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് മധുരമെന്നാണ്, തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമെന്ന് ദാവീദ് പറഞ്ഞു. അതുകൊണ്ട് ദാവീദ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി. ദൈവവചനത്തിന് വില വെച്ചവരെല്ലാം നോക്കിക്കോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവവചനമാണ് നമ്മുടെ മുമ്പിൽ തുറക്കുന്ന വാതിൽ. യേശു വാതിലാണ്. യേശുവിലൂടെ അല്ലാതെ നമുക്ക് ഒരു മേച്ചൽ കണ്ടെത്താൻ കഴിയില്ല. അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ആനന്ദിക്കാം, ആശ്രയിക്കാം. ഇന്നുള്ള ദൈവവചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും രുചി ഒരിക്കലും കുറയാതെ സൂക്ഷിച്ച് ഇതിൽ ആനന്ദിക്കുവാൻ എന്നും കർത്താവ് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ ദൈവവചനങ്ങൾ കേട്ട എല്ലാവർക്കും ഇന്നു മുതൽ ഒരതൃപ്തി വരാതെ സംതൃപ്തിയുള്ളവരാകട്ടെ. ദൈവവചനത്തിൽ എന്നും ഒരു പുതിയ രുചി ഇവരനുഭവിക്കണമേ കർത്താവേ. ഞങ്ങൾക്കെല്ലാവർക്കും ദൈവവചനത്തോട് ഭയങ്കര പ്രിയം തോന്നാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. എന്നും പുതിയ വെളിപ്പാട്, പുതിയ ആലോചനകൾ, പുതിയ ദൂതുകൾ, പുതിയ ആനന്ദം എല്ലാം ഞങ്ങൾക്ക് ഇതിൽ തരണമേ. മേച്ചൽ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമുള്ളവരാകട്ടെ. ഇത് കേൾക്കുന്നവർക്ക് ഇന്ന് സൗഖ്യത്തിൻ്റെ ആവശ്യമുള്ളവർ ശരീരങ്ങളിൽ സൗഖ്യമാകട്ടെ. മനസ്സിന് സൗഖ്യമില്ലാത്തവരുണ്ട്, നിരാശയുള്ളവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവർ പ്രാപിക്കണം. എല്ലാ മാനസിക അസ്വസ്ഥതകളും മാറട്ടെ. കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമാകട്ടെ. തലമുറകളുടെ ഭാവി അത്ഭുതമാകട്ടെ. വീടിൻ്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാകട്ടെ. ലഭിക്കാനുള്ള പണം ലഭിക്കാനും കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാനും എല്ലാം കർത്താവിൻ്റെ കൃപ ഈ മക്കളുടെ മേൽ ചൊരിയണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിവസമാണ്. രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. 1:30 വരെയുള്ളൂ. വരിക, നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.